ഭയങ്കര സപ്പോർട്ടായിരുന്നു കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. എസ്പെഷ്യലി ഇപ്പം മീഡിയ ആൻഡ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും നമുക്ക് തന്നത്. അപ്പോൾ അതിന് വലിയൊരു താങ്ക് യു. അപ്പോൾ ഇന്നലെ തന്ന സ്വീകരണം തന്ന നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു താങ്ക് യു പറയുന്നു. പ്ലസ് KCA അവിടെ വന്ന എല്ലാ ഫാൻസിനും എല്ലാ KCA മെമ്പേഴ്സിനും വളരെ താങ്ക് യു. നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ ടീം മാനേജർ മച്ചാൻ സാർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു ന്യൂസ് ഇതാണ്. നമ്മളിപ്പം കാരണം നമുക്ക് എപ്പോഴും രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ഗെയിമാണ്. അപ്പം അത് നമ്മൾ കേരളത്തിൽ കളിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട് സ്റ്റേഷനിൽ കളിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ തണുത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പാടാണ്. ഗ്രീൻ വിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും അതൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ അത് കളിക്കാൻ വേണ്ടി നമ്മുടെ കേരള ടീം നമ്മൾ ഇനിയൊരു നെക്സ്റ്റ് 2 months ഈ ഏപ്രിൽ മെയ് IPL ടൈമിൽ നമ്മൾ ജമ്മു കാശ്മീരിലും അതിനുശേഷം ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് നമ്മൾ ഇംഗ്ലണ്ടിലും നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ളൊരു 4 months നമ്മുടെ ഒരു പ്ലാൻ. കാരണം അവരെല്ലാം ഭയങ്കര ടാലൻ്റുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ ഇമ്രാൻ, ഈ ഷോൺ, ഏതൻ മാത്രമല്ല, ഇനിയും നമുക്ക് അതിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. Under 23 കളിക്കുന്നതും Under 19 കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അവരുടെയൊക്കെ ഇപ്പോൾ ഇമ്രാൻ്റെ ഒരു ടാലൻറ്റ് നമ്മൾ കണ്ടത്, ഏഡൻ ആപ്പിളിൻ്റെ ടാലൻറ്റ് കണ്ടത് എല്ലാം നമ്മളിപ്പോൾ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് എന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് നമ്മൾ കണ്ടത്. അപ്പം ആ ഒരു ഇതിലും നമ്മൾ ഏത് ടീമിൽ കളിക്കുമ്പോഴാണെങ്കിലും അവരുടെയൊക്കെ ഒരു ബാറ്റിംഗ് ബോളിംഗ് കാണുമ്പോഴത്തേക്കും അവരും നമ്മുടെ ഒരു വലിയ സീനിയർ ടീമിൽ കളിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റി. ഇപ്പോൾ ഏഡൻ ആണെങ്കിലും ഒരു 2 വർഷം മുന്നേ രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഡെബ്യൂ ചെയ്തൊരു പ്ലെയറാണ്. ഡെബ്യൂവിൽ തന്നെ ഒരു 5 വിക്കറ്റ് നേടിയൊരു പ്ലെയറാണ്. അപ്പോൾ അതുപോലത്തെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കേരള ക്രിക്കറ്റിന് എപ്പോഴും ഒരു മിസ്സായിട്ട് തോന്നിയത് ഒരു എക്സ്പോഷറാണ്. കാരണം നമ്മൾ ലൈവ് ഗെയിംസ് കളിക്കുന്നത് നമ്മൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ലൈവ് ഗെയിംസ് കളിച്ചാലാണ് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ എത്ര പേര് കളി കാണാൻ കുറച്ച് പേരെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മൾ TV വരുമ്പോഴത്തേക്കും എത്ര പേര്, കാരണം ഇപ്പോൾ ഒരു എയർപോർട്ടിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയാലും അവിടെ സ്റ്റാർ സ്പോർട്സിൻ്റെ ചാനൽ എപ്പോഴും ഓണായിട്ട് ആ മാച്ച് എപ്പോഴും കാണുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു ലീഗ് മാച്ചിൽ ഒരു 7 മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ 2 വർഷത്തിൽ ഒരു മാച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്, ലൈവ് മാച്ച്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ കേരള പ്ലേയേഴ്സിനെ ആർക്കും ഒത്തും അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ IPL കളിക്കണം. ഇപ്പോൾ നമ്മൾ IPL കളിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എക്സ്പോഷർ കിട്ടും. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളിപ്പം IPL കളിച്ച ഇപ്പം വിഷ്ണു, വിനോദ്, സഞ്ജു, ഞാൻ, ബേസിൽ തമ്പി, അങ്ങനെ 4 കുറച്ച് പ്ലേയേഴ്സിനെ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പം നമ്മൾ പുറത്ത് കളിക്കാൻ പോയി. നമ്മളിപ്പം കൊൽക്കട്ടയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മുടെ ഫൈനലിൻ്റെ നമ്മുടെ മാച്ച് ജയിച്ചപ്പോഴുള്ള അവർ പറഞ്ഞു, ഓക്കെ ബയ്യ യു പ്ലേ റിയലി വെൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരെ നമ്മുടെ ഒരു റീച്ച് എത്തുകയാണ്. അപ്പം അത്രയും നമുക്ക് ആ ഒരു പ്ലേയേഴ്സിനുള്ള എക്സ്പോഷർ കിട്ടുമ്പോഴത്തേക്കും അവരും ആലോചിക്കും, ഓക്കെ ഏഡൻ ആപ്പിൾ ടോം ഇങ്ങനെയാണ് അറിയണത്, അവരെ കുറച്ച് നോക്കണം. അല്ലെങ്കിൽ ഇമ്രാൻ ഇപ്പം ഒരു പുതിയൊരു ബഡിങ് ക്രിക്കറ്ററാണ്. Under 19 ഹൈസ്റ്റ് റൺ ഗെറ്ററായിരുന്നു. വരുൺ നായനാർ Under 23 ഹൈസ്റ്റ് റൺ ഗെറ്ററായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അങ്ങനത്തെ പ്ലേയേഴ്സ് വരും. അപ്പം ഞാനും അതുപോലെ വന്നൊരു പ്ലെയറാണ്. ഞാൻ Under 22 ഒരു 100 അടിച്ചാണ് ഞാൻ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്യുന്നത് 2009. അപ്പോൾ അതുപോലത്തെ ഇപ്പം ഒരു അഭിഷേക് ജെ നായർ എന്നൊരു പ്ലെയർ ഉണ്ട്. കാരണം നമ്മൾ എല്ലാവരും കണ്ടാണ് നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിലെ സെമിഫൈനൽ ഒരു 100 KL രാഹുലിനെ പോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ്. അതുപോലത്തെ കുറേ പ്ലേയേഴ്സ് ഇനിയുണ്ട്. അപ്പോൾ അവരൊക്കെ ഇനി വരും വർഷങ്ങളിൽ നമ്മുടെ സെലക്ടേഴ്സും അസോസിയേഷനും ചേർന്ന് നമുക്ക് അവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അപ്പോൾ ഈ പറഞ്ഞ ഈ എക്സ്പോഷർ ടൂൾസ് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ചാൻസ് കൊടുത്ത് നമ്മൾ അവരെയും നമ്മുടെ ഈ ലൈംലൈറ്റിൽ കൊണ്ടുവരാൻ നോക്കും. അല്ല, അത് രണ്ട് ഫോമാറ്റാണ്. പക്ഷേ ഈ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം ഈ മാച്ചസ് കുറേ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്കും ഒരു ഇത് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏഡൻ ആപ്പിൾ ടോം, അപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു അറിയാത്തൊരു പ്ലെയർ വരുമ്പോഴത്തേക്കും അവരും നോക്കത്തില്ല ഏഡൻ ആപ്പിൾ ടോം എന്ത് ബോളിംഗ് ആണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. കാരണം ഏഡൻ ആപ്പിൾ ടോം Under 19 ഇന്ത്യൻ ഒരു ക്യാമ്പിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇത് കിട്ടുമ്പോഴത്തേക്കും അവർക്കും അറിയാം. ഇപ്പം നമ്മുടെ കുറേ ടീമിൻ്റെ ആൾക്കാർക്ക് ഇപ്പം IPL ഇങ്ങനെ സ്കൗട്ടിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ലൈക്ക് അവർക്ക് ഇപ്പം പി പ്രശാന്ത് ഇപ്പം നമ്മുടെ KKRന്റെ TRD ആയിട്ട് നിയമിച്ചു. അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മുടെ പ്രശാന്തിനും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് പ്ലേയേഴ്സിന് IPL ആയിക്കോട്ടെ, ഇപ്പം ഇനി ദുലീപ് ട്രോഫി, ഇനി നമുക്ക് ഇറാനി കപ്പ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ സെലക്ഷൻ ട്രയൽസിന് പോകുമ്പോഴത്തേക്കും ഈ എക്സ്പോഷറൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. കാരണം സൗത്തിൽ നിന്നുള്ള ഒറ്റ ടീമാണ് നമ്മൾ സെമിഫൈനലിലും ഫൈനലിലും കളിച്ചത്. അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന് ഇനിയും കൂടുതൽ അവസരം കിട്ടാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെ നെയിം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കും.
അല്ല, നമ്മളിപ്പം നമുക്ക് നമ്മുടെ മെയിൻ 2 പ്ലേയേഴ്സാണ് മിസ് ഔട്ട് ആയത്. ബാബ പ്രജിത്തും നമുക്ക് സഞ്ജുവും ഇഞ്ചേർഡായി. അപ്പോൾ ആ 2 പ്ലേയേഴ്സ് ഇല്ലാതെയാണ് നമ്മൾ ഇത്രയും ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പോൾ ശരിക്കും നമ്മളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ബാബ അപരിജിത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, കാരണം അത്രയും രഞ്ജി ട്രോഫി മത്സരം കളിച്ച് തമിഴ്നാട് കളിച്ചൊരു പ്ലെയറാണ്. പ്ലസ് ഹീസ് ഒരു ഓൾറൗണ്ടർ കൂടെയാണ്. അപ്പോൾ നമ്മൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും അദ്ദേഹത്തിൻ്റെ നമ്മൾ ഫസ്റ്റ് മാച്ച് തന്നെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. നമ്മൾ ആ ഒരു മധ്യപ്രദേശ് മാച്ചിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കാല് വയ്യാണ്ട് പോലും നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആ ഒരു 3 പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലെയർ ശരിക്കും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നു എല്ലാം ഒരു നമ്മളൊരു ബാഡ് ലക്ക് എന്ന് അവിടെയും പറയാൻ പറ്റില്ല. പ്ലസ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇമ്രാനും നമ്മുടെ വരുൺ നായറിനൊക്കെ നമുക്കിപ്പം ലോകം ഫുള്ള് കാണാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ ഇപ്പം ബാബ അപരിചിത് ഉണ്ടായിരുന്നെങ്കിൽ ഇമ്രാൻ ഇപ്പോൾ ഒരു മാച്ചിൽ കളിക്കും ഉണ്ടാവത്തുണ്ടാവില്ല. അപ്പം അതെല്ലാം നല്ലതിന്, കാരണം ഞാനെല്ലാം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എവറിത്തിങ് ഹാപ്പൻ ഫോർ എ റീസൺ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ എ റീസൺ എന്നുള്ളൊരു കാര്യം. സോ യെസ്, മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ കൗണ്ടർ ചെയ്യാനുള്ള താരങ്ങളും നമ്മുടെ ടീമിലുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം ആ ഒരു ഫോമാറ്റിൽ നിന്ന് മാറി വീണ്ടും ഒരു T20 കളിക്കുക, പിന്നെ ഒരു 50 ഫോമാറ്റ് കളിക്കുക, പിന്നെ വീണ്ടും കളിക്കുക എന്നുള്ള കാര്യം. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം ഈസ് ഓൾ അബൌട്ട് ഒരു ഹാൻഡ്ലിങ് ആ ഒരു ചലഞ്ച് ഹാൻഡിൽ ചെയ്തത് തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കൊരു T20 പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, 1 ഡേ പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, നമ്മൾ മുട്ടേണ്ട ഒരു സിറ്റുവേഷനും വരും. അപ്പോൾ ഇനി T20-ലായിരിക്കും ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു 5 വിക്കറ്റ് പോയാൽ നമ്മളൊരു 1 ഡേ പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പം അതൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ടെസ്റ്റിൽ വരെ T20 പോലെ കളിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്. പക്ഷേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ആ ഒരു സാഹചര്യമായി പൊരുത്തപ്പെട്ട് കളിക്കുക തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം എനിക്കത് ഈ വർഷം BCCI ഒരു എക്സ്പെരിമെന്റ് പോലെ അവർ നോക്കിയതാണ്. അപ്പോൾ ഈ നമുക്ക് ഫൈനലിലും മത്സരത്തിന് മുന്നേ ടീം മീറ്റിങ്ങിലും അവരുടെ ഒരു BCCIയുടെ പ്രതിനിധി വന്ന് നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു യെസ്, നമുക്കൊരു കറക്റ്റ് ഒരു ബ്രേക്ക് കിട്ടും. കാരണം എന്താ പറയുക, 7 മാച്ച് കളിക്കുക അല്ലെങ്കിൽ 10 മാച്ച് കളിക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു ബാറ്റ്സ്മാൻമാർക്ക് കുഴപ്പമില്ല, ആസ് എ ബോളേഴ്സ്. കാരണം ബാക്ക് ടു ബാക്ക് ഗെയിംസ് കളിക്കുമ്പോഴത്തേക്കും അവർക്കും ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് പല ടീമിലും ചെയ്യുന്നത് വെച്ചാൽ ഒരു 3 ഫാസ്റ്റ് ബോളേഴ്സ് 3 മാച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഫാസ്റ്റ് ബോളറിന് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു മാച്ച് ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അത് എസ്പെഷ്യലി നമ്മുടെ ട്രെയിനറിനും ഫിസിയോയ്ക്കും വലിയൊരു കൈയടി കൊടുക്കണം. കാരണം നമ്മൾ ഈ വർഷം നമ്മുടെ എല്ലാ ഫാസ്റ്റ് ബോളേഴ്സും ഭയങ്കര നല്ല രീതിയിൽ ഒരു ഇഞ്ചുറി കൂടാതെ കഴിഞ്ഞ 3 വർഷം നോക്കിയാൽ നമുക്ക് വലിയ ഇഞ്ചുറീസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആഗ്രഹം നമ്മൾ പഴയ പോലെ തന്നെ ആക്കാൻ തന്നെയാണ്. കാരണം ആ ഒറ്റ ഒരു സ്ട്രെച്ചിൽ തന്നെ ഫുൾ മാച്ച് കളിച്ചിട്ട് ഡിഫറെൻറ്റ് ഫോമാറ്റ് കളിക്കുന്നത് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഒരു വെതറും ഒരു വലിയൊരു ചലഞ്ചിങ് തന്നെയാണ്. നമ്മുടെ ഇവിടെ പ്രശ്നമില്ല. പക്ഷെ നോർത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ ഹരിയാനയിൽ പോയപ്പോഴത്തേക്കും, നമ്മൾ ലാലിയിൽ കളിച്ചപ്പോഴത്തേക്കും അവിടെ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഒരു ഡിസംബർ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര മഞ്ഞാണ് അവിടെ. അപ്പം നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തും അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ചെന്ന് ആ മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഭയങ്കര മഞ്ഞ് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും അവിടെ കളി സ്റ്റാർട്ട് ചെയ്യണത് ഒരു 12 മണിയായിട്ടാണ്, ലഞ്ച് ടൈമിലാണ് കളി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവരുടെയും വലിയൊരു ഇതുണ്ടായിരുന്നു. കാരണം അവർക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള സംഭവം ഡൽഹി, നോർത്ത് ഈസ്റ്റ്, നോർത്ത് പാർട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BCCI എനിക്കൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ അതെല്ലാവരുടെയും ഇപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ക്യാപ്റ്റൻസ് മീറ്റിംഗ് ഉണ്ടാവും, എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതിലത് കൂടുതൽ ചർച്ച ചെയ്യായിരിക്കും. അല്ല, അത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നോക്കൗട്ട് സ്റ്റേജിൽ ആ ഹോം അഡ്വാൻറ്റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ തന്നെയാണ്. എസ്പെഷ്യലി ക്ലൈമറ്റ്, ആ ഒരു പിച്ച് കണ്ടീഷൻ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും നമുക്കത് നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിച്ചത് ഒരു ന്യൂട്രൽ വെന്യൂലാണ്. കാരണം ജമ്മു കാശ്മീരിനും അവിടെ ഈ സെയിം ക്ലൈമറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് നമ്മൾ പൂനെയിൽ ആ ഒരു മാച്ച് കളിച്ചത്. സെമി വന്നപ്പോഴത്തേക്കും നമ്മൾ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി. ഇപ്പം ഫൈനൽ വന്നപ്പോഴും അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. അപ്പം നമുക്കൊരു